ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റോബിൻ രാധാകൃഷ്ണനും പുള്ളിയുടെ ഫിനാൻഷ്യൽ ഫ്രോഡുമാണ് സബ്ജക്ട്. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് കൂട്ടിയാൽ മതി. ഇത് പാർട്ട് പറയാനാണെങ്കിൽ സെക്കൻഡ് പാർട്ടോ തേർഡ് പാർട്ടോ നിൽക്കൂല, അത്രത്തോളം ഉണ്ട്. നമ്മൾ ആ വീഡിയോ ചെയ്തതിന് ശേഷം റോബിൻ ഒരു പ്രസ് മീറ്റ് കൊടുത്തു. ബ്ലാ 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 ഒന്നുമില്ല. ഇതിനുശേഷം വേദലക്ഷ്മി ആൻഡ് ഈ പൈസ പോയ അബിൽ രാജ്, വേദലക്ഷ്മിയുടെയും 8 ലക്ഷം പോയെന്നാണ് പറയുന്നത്. അബിൽ രാജിന്റെ ഏതാണ്ട് 10-50 ലക്ഷത്തോളം അടുപ്പിച്ചങ്ങാണ്ട് പോയിട്ടുണ്ട്. ഇവരും ഒരു പ്രസ് മീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അബിൽ രാജ് കൊടുത്ത പ്രസ് മീറ്റ് നിങ്ങളൊന്ന് കാണണം. ഏതാണ്ട് 1.25 മണിക്കൂർ കംപ്ലീറ്റ് ഒരു സാധനമുണ്ട്. അതിനകത്ത് റോബിന്റെ മാനിപ്പുലേഷൻ സ്കില്ല്, എങ്ങനെ ഒരാളെ, നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എങ്ങനെ ഒരാളെ പറഞ്ഞു പറ്റിക്കാം, എങ്ങനെ ഒരാളെ വശത്താക്കണം, സുഖിപ്പിച്ച് നിർത്തണം, എങ്ങനെയൊക്കെയാണെന്ന് അതൊരു സൂപ്പർ ഒരു ക്ലാസ് ആണ്. ഇങ്ങനെ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുക, ഇങ്ങനെ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പൊ കടം വല്ലതും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഇപ്പൊ കടം മേടിക്കുന്ന ഒരാൾ വരുമ്പോൾ എങ്ങനെ അവർ ഡീൽ ചെയ്യണം എന്ന ആ ഒരു പ്രസ് മീറ്റ് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അബിൽ രാജ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോബിന്റെ സ്കില്ലിനെയൊക്കെ പറ്റി പറയുകയാണെങ്കിൽ ബെഡേ സ്കില്ലാണ്. ഞാൻ റോബിന്റെ 50 ലക്ഷം രൂപ കൊടുക്കാണ്ടെന്ന് വിചാരിക്കും. അന്നേരം ഞാൻ ഇങ്ങനെ 50 ലക്ഷം തിരിച്ചു തട എന്നും പറഞ്ഞ് ഞാൻ ഇവന്റെ പുറകെ നടക്കുകയാണ്. എന്റെ കയ്യിൽ നിന്ന് തന്നെ പിന്നെ ഒരു 20 ലക്ഷം കൂടെ അടിച്ചെടുക്കാനുള്ള സ്കില്ല് റോബിനുണ്ട്. ഇതാണ് അബിൽ രാജിന്റെ പറ്റിയിരിക്കുന്നത്. ഇവൻ ബിഗ് ബോസിൽ വെറുതെയാണോ കില്ലാടിയായത്? ഉടായ്പകൾ മാത്രമേ ബിഗ് ബോസിൽ പോയി വാഴത്തോള്. നന്മ നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ അത്യാവശ്യം ജെന്യൂനായിട്ട് നിൽക്കുന്നവർക്കൊന്നും അവിടെ പോയിരുന്ന സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. വലിയ പാടാ. ഉടായ്പകൾക്ക് മാത്രമേ അവിടെ പോയി കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവൻ ഇത്രയും ആളുകളെ കയ്യിലെടുത്തത് മൊത്തം മാനിപ്പുലേഷൻ ആയിരുന്നു. ആളുകളെ എങ്ങനെ കയ്യിലെടുക്കാന്ന് അവന് കൃത്യമായിട്ട് അറിയാം. ഇത് തന്നെയാണ് ഇവനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. ഇവൻ പറഞ്ഞു വരുമ്പോൾ ഒരു MBBS ഡോക്ടറാണ്, സ്പെഷ്യലൈസേഷൻ ഒന്നും എടുത്തിട്ടില്ല. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്യുന്നുണ്ടോ നോ ഐഡിയ. എൻ്റെ അറിവ് ഇല്ലെന്നാണ്. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്ന റോബിൻ തന്നെ ആദ്യം വീഡിയോ ഇറക്കിയേനെ അവൻ്റെ പബ്ലിസിറ്റിക്ക്. ഞാൻ ഡോക്ടറാണ്, എൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നും പറഞ്ഞ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയേനെ. അന്നേരം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവൻ ഒന്നും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന ഒരു പേരിനപ്പുറം ഒരു മാങ്ങാണ്ടിയും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള കഴിവും ഇല്ലായിരിക്കും. അതുകൊണ്ടാണ്. പിന്നെ ഏതെങ്കിലും ഇപ്പം യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഒരു കോണ്ടന്റ് ക്രിയേഷന്റെ ഭാഗമായിട്ട് വീഡിയോ ഉണ്ടാക്കി അങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ഒരുത്തരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സംശയമാണ്. ഇവന്റെ ആകെ കൂടി ഒരു വരുമാനം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഉദ്ഘാടനം അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ കിട്ടുന്ന പൈസയാണ്. അല്ലാതെ വേറെ എന്തെങ്കിലും വരുമാനം ഉണ്ടോന്നും നമ്മുടെ പ്രഥമ ദൃഷ്ടിയിൽ കാണുന്നില്ല. അഖിൽമാരാറിന്റെ വരുമാനം എവിടുന്നാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അഖിൽമാരെ ഇടയ്ക്കിടയ്ക്ക് 1-2 തുണ്ട കാണിക്കുന്നുണ്ട്. തുണ്ട് മീൻസ് മറ്റേ സാധനം സ്ക്രീൻഷോട്ട്. ഓക്കെ, എനിക്ക് ഇതിനകത്തിട്ട് ഇത്രയും രൂപ സ്റ്റോക്ക് ഷെയർ മാർക്കറ്റ്, അതിനകത്തിട്ടിട്ട് ഇത്രയും രൂപ കിട്ടി, ഞാൻ ഇത്ര ഉദ്ഘാടനത്തിന് വരുമ്പോൾ എനിക്ക് ഇത്രയും കിട്ടി, ടാക്സ് അടക്കം ഞാൻ ഇത്രയൊക്കെ പേ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അഖിൽമാരാറും കാണിക്കുന്നുണ്ട്. പക്ഷേ റോബിൻ്റെ അടുത്ത് നോക്കുവാണെങ്കിൽ റോബിൻ കഴിഞ്ഞ ദിവസം കാണിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ലാസ്റ്റ് 2 ഇയേഴ്സ് കൊണ്ടെങ്ങാണ്ട് 5 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. ഈ 5 കോടി രൂപ ട്രാൻസാക്ഷൻ എങ്ങനെ നടന്നു? എവിടെ നിന്ന് ഇവന് ഫണ്ട് വരുന്നു? ഇവൻ എന്ത് ചെയ്തിട്ടാണ് ഈ പൈസ വരുന്നത്? നോ ഐഡിയ. എന്നിട്ട് അബിൽ രാജ് ഇപ്പോൾ വന്നിട്ട്, അബിൽ രാജ് എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്ത്, വേദലക്ഷ്മിയുടെ സുഹൃത്തായിരുന്നു. ഇപ്പം വന്നിട്ട് ഇപ്പം മരുമല്ലയുടെ വന്നിട്ട് പറയുകയാണ് ഇത്ര രൂപ അബിൽ രാജിന്റെ കയ്യിൽ നിന്ന് പറ്റിച്ചിട്ടുണ്ട്, ഇത്ര രൂപ കൊടുക്കാനുണ്ട്. ഇതാണ് മെയിൻലി പ്രശ്നം. ഇവൻ പൈസ കൊടുക്കുന്നില്ല. ഇവൻ വന്ന് പറയുന്നത് ഇവൻ പൈസ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കൊട്ടക്കണക്കിന് ട്രാൻസാക്ഷന്റെ സെറോക്സ് എടുത്ത് 5-6 ബണ്ടിലുമായിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ഒരു PDF ഇവൻ അവന്റെ ഗൂഗിൾ ഡ്രൈവിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഇപ്പൊ കള്ളത്തരമാണെന്നും പറഞ്ഞിട്ടാണ് വേദലക്ഷ്മി വരുന്നത്. ഇവൻ ആ PDF ട്രാൻസാക്ഷന്റെ സ്ക്രീൻഷോട്ട് ആണ്. ആ PDF മൊത്തം ഏതാണ്ട് 133 പേജുള്ള PDF ആണ്. ഈ PDFിനകത്ത് കാണിച്ചിരിക്കുന്ന പല ട്രാൻസാക്ഷന്റെ ഫോട്ടോസും അത് ഇവൻ മാനിപ്പുലേറ്റ് ചെയ്തതാണെന്നാണ് വേദലക്ഷ്മിയുടെ ഇപ്പൊ വന്നിരിക്കുന്ന വാദങ്ങൾ. ഇപ്പൊ വേദലക്ഷ്മി ഇപ്പൊ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഈ റോബിന്റെ പ്രസ് മീറ്റ് ഒന്ന് കാണാം. റോബിന്റെ പ്രസ് മീറ്റ് കോമഡിയാണ്. ആദ്യം നമുക്ക് റോബിന്റെ പ്രസ് മീറ്റിലോട്ട് പോവാം. ഈ ബിഗ് ബോസിന്റെ സമയത്ത് വേദലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് പുള്ളിക്കാരെ ഇഷ്ടമല്ല. എന്നിരുന്നാലും ഈ പുള്ളിക്കാരെ എന്നെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞത് കാരണം പല സമയത്ത് ഹെൽപ്പ് ചെയ്തുകൊണ്ടും ഞാൻ ഫോഴ്സ്ഫുള്ളി സപ്പോർട്ട് ചെയ്യേണ്ടി വന്നതുമാണ്. ഇതിൽ നിന്ന് തന്നെ ഇവന് എത്ര നിലപാടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പേഴ്സണലി ഇഷ്ടമല്ല അവരുടെ നയങ്ങൾ, അല്ല അവരുടെ നിലപാടുകളോട് ഇവന് യോജിപ്പില്ല. പക്ഷെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ അവരെ മനസ്സോട്ട് സപ്പോർട്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റേ മറൈൻ ഡ്രൈവിൽ പോയിട്ട് തുണിമൊക്കെ കാണിച്ചാൽ 50,000 രൂപ തരാന്ന് പറഞ്ഞാൽ അവൻ അതും ചെയ്യും. അതാണ് പരിപാടി. മനസ്സിലായോ? പൈസ എവിടെ കിട്ടുന്നു അവിടെ പോയി നക്കും. ഇതിങ്ങനെ പോകുന്നു. ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ അക്കൗണ്ടിൽ നിന്ന്, ചിലപ്പോൾ പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ പുള്ളിക്കാരൻ റിലേറ്റ് ആയിട്ടുള്ള ആരെങ്കിലും അക്കൗണ്ടിൽ നിന്നായിരിക്കും എനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ചില സമയങ്ങളിൽ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു സെൽഫി വീഡിയോ പുള്ളിക്കാരന് വേണം. എന്തിനാന്ന് വെച്ചാൽ ഇതേപോലെ എനിക്ക് ഇങ്ങനെ. ഓക്കെ, അതാണ് അടുത്ത കോമഡി. ഇതിപ്പം ഈ അബിൽ രാജിന് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത സമയത്തുള്ള കാര്യമാണ് പറയുന്നത്. ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് അബിൽ രാജ് ആവശ്യപ്പെട്ടു അബിൽ രാജിന് സെൽഫി വീഡിയോ, റോബിന്റെ സെൽഫി, അത് മുട്ടം കോമഡിയാണ്, വേണം.
അത് എന്താ ഞാൻ ഇത്ര രൂപ അബിൽരാജിന്റെ ഇത് മേടിക്കാൻ പോവാണ് എന്നും പറഞ്ഞിട്ടുള്ള സെൽഫി വീഡിയോ വേണമെന്ന് അബിൽരാജ് ആവശ്യപ്പെട്ടു എന്ന്. അബിൽരാജ് കഴിഞ്ഞ പ്രസ് മീറ്റിൽ കൃത്യമായിട്ട് ആ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട്, ഇവന്റെ മെസ്സേജ് കാണിക്കുന്നുണ്ട്. എവനാണ് അങ്ങോട്ട് അബിൽരാജ് ഞാൻ ഒരു വീഡിയോ എടുത്ത് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇവനാണ് അങ്ങോട്ട് നിർബന്ധിച്ച് എന്നാ വീഡിയോ ഒന്നും പറഞ്ഞു. അങ്ങനെയാണ് ആ ഒരു വീഡിയോ കൾച്ചർ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ വട്ടവും പൈസ എടുക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് അബിൽരാജ് ഹായ് ഇന്നത്തെ ആദ്യം ഡേറ്റ് പറഞ്ഞിട്ട് ഇന്ന് എനിക്ക് ഇത്ര രൂപയുടെ ആവശ്യമുണ്ട്, ഞാൻ അബിൽരാജിന്റെ പൈസ ചോദിക്കാൻ വേണ്ടി പോകണം, അബിൽരാജ് എനിക്ക് പൈസ തരാൻ വേണ്ടി പോകാന്ന് പറഞ്ഞ് എവൻ സ്വയമേ വീഡിയോ എടുക്കുവാണ്. ഇത് എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ആളുകളെ കൺവിൻസ് ചെയ്യുന്നതിനൊക്കെ ഒരു ട്രിക്കാണ് ഇത്, മനസ്സിലായോ? ഇതിപ്പോ ഇവന് തന്നെ വിനയായി. അന്നേരം ഈ വീഡിയോ ഒക്കെ പുറത്ത് വരും എന്ന് മനസ്സിലാക്കി യവൻ തന്നെ ആദ്യമേ പ്രസ് മീറ്റ് കൊടുത്ത് ഇങ്ങനെയുള്ള ഒരു വീഡിയോസ് ഒക്കെ അബിൽരാജിന്റെ കയ്യിലുണ്ട്, ഉടനെ പുറത്ത് വരുമെന്ന് ഇവൻ തന്നെ ഔട്ടാക്കിയത്, മനസ്സിലായോ? ഇതിപ്പോ ആ വീഡിയോ എടുത്തതും അവന്റെ തലയിൽ ഇട്ട് കൊടുത്തു. അവൻ പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ എടുത്തു കൊടുത്തതെന്നുള്ള രീതിയിലായി. എൻ്റെ ആവശ്യമുണ്ട്, അപ്പം ഇന്ന കാശ് ഞാൻ മേടിക്കണം, ഇന്ന റിട്ടേൺ ചെയ്യുമെന്നുള്ള രീതിയിൽ ഒരു വീഡിയോ വേണമെന്ന് പറയുമ്പോൾ ശരി, ഞാൻ വിചാരിച്ചു ഇയാൾ ഒരു ഫ്രണ്ട് അല്ലേ, സുഹൃത്തല്ലേ, നമ്മളൊരു വീഡിയോ വേണമെന്ന് പറയുന്നതായിരിക്കും. ഞാൻ അതിൽ തെറ്റായിട്ടൊന്നും വിചാരിച്ചില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു വേണോ വേണ്ടെന്ന് വിചാരിച്ചു. എന്നാലും എനിക്ക് ആ സമയത്ത് ഫിനാൻഷ്യലിയുള്ള ആവശ്യമുള്ളത് കാരണം ഞാൻ എന്ത് ചെയ്തു, അയച്ചു കൊടുത്തു. എന്റെ പൊന്നു മക്കളെ, യവൻ പറയുന്ന മൊത്തം കള്ളമാണ്. ഫ്രണ്ട് അല്ലേ, എനിക്ക് പലതവണ ചിന്തിച്ചു എന്നിട്ട് അയച്ചു കൊടുത്തു എന്ന്. എന്റെ പൊന്നു റോബിൻ, നിനക്ക് എങ്ങനെ സാധിക്കാനുള്ള കൂട്ടാ നിനക്കിത്? നീ അടുത്തത് കേക്ക്. കാര്യങ്ങളൊക്കെ അയച്ചു തന്നതിന് ശേഷം ഇയാൾ എനിക്ക് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 2025 ആ ഒരു ജൂൺ ജൂലൈ സമയം തൊട്ട് ഇയാൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് തരാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഇയാൾ തിരിച്ച് അക്കൗണ്ട് പറയുമ്പോൾ ഈ പറയുന്ന കണക്ക് വേറെ ആൾക്കാരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് എനിക്ക് അയച്ചു തരുന്നത്. ഓക്കെ, ഈ വ്യക്തിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരത്തില്ല. ഇയാൾ ഈ പറഞ്ഞെടുക്കുന്നുണ്ട് ഇതിപ്പം എന്താണ് അഞ്ജലി ജെ നായർ എന്ന് പറഞ്ഞ ഒരാളുടെ അക്കൗണ്ട് എനിക്ക് അയച്ചിരുന്നു. എനിക്ക് ഈ വ്യക്തി ആരാന്ന് പോലും അറിയത്തില്ല. അതേപോലെ പല ആൾക്കാരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഈ പുള്ളിക്കാരൻ അയച്ചു തന്നിട്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് പറയുമായിരുന്നു. ഓക്കെ, നവീൻ എന്ന് പറഞ്ഞ ഒരാളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ട് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയും. അപ്പം ഞാൻ ഇയാൾ എനിക്ക് ഫണ്ട് അയച്ചു തരുന്നു, ഞാൻ ഈ പറയുന്ന അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. പല അക്കൗണ്ടിലേക്ക് പറയും. ഞാൻ ശരി, ഞാനപ്പോൾ എൻ്റെ ഒരു സുഹൃത്തല്ലേ, ഒരു ഫ്രണ്ട് അല്ലേ, നമ്മളെ ചതിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ സംഭവങ്ങളെല്ലാം അയച്ചു കൊടുക്കുന്നത്. അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം ഈ പറഞ്ഞ കണക്ക് വേദലക്ഷ്മിനെ ആയിട്ട് എനിക്ക് ഫിനാൻഷ്യലി പുള്ളിക്കാരായിട്ടല്ല ബന്ധം, എനിക്ക് അബിൽ ദേവുമായിട്ടാണ് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ. ഈ അബിൽ ദേവ് പറഞ്ഞിട്ടാണ്, ഇവരെന്തോ സുഹൃത്തുക്കളാണെന്ന് തോന്നുന്നത്, എന്താണ് അവർ തമ്മിലുള്ള റിലേഷൻ എനിക്കറിയത്തില്ല. അബിൽ ദേവ് ഈ പറഞ്ഞ ബിഗ് ബോസിന്റെ സമയം തൊട്ടേ ഭയങ്കരമായിട്ട് സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ചില സമയത്ത് ഒരു പ്രാവശ്യം മാത്രം വേദലക്ഷ്മിയുടെ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്തു, എൻ്റെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ. അതിന് മുന്നേ ഇനിഷ്യലി ഉണ്ടായിരുന്നതിൽ പുള്ളിക്കാരി തന്നെ എനിക്ക് പുള്ളിക്കാരിയുടെ വേറൊരാളുണ്ട്, വേദലക്ഷ്മിയുടെ അല്ലാതെ ധന്യശ്രീ എന്ന് പറഞ്ഞ ഒരാളിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ട് ഇതിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു. ഇത് വേദലക്ഷ്മിയുടെ ചാറ്റാ. അപ്പം റോബിന്റെ ആദ്യത്തെ ആരോപണം ഇതാണ്, അബിൽ ദേവ് റോബിന് ഫണ്ട് അയച്ചു കൊടുക്കും, എന്നിട്ട് അബിൽ ദേവ് ഇത് തിരിച്ചു വാങ്ങുന്നത് മറ്റുള്ളവരുടെ അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്ത് അവരുടെ അക്കൗണ്ട് ത്രൂ ആണ് അബിൽ ദേവ് ഇത് തിരിച്ചു മേടിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഹവാല ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് കാര്യം പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. പിന്നെ ഈ ഒരു സംഭവം എന്താണെന്ന് CA-കാരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നന്നായിരിക്കും. BJP ഒരു സംതിങ് വോയിസ് എന്ന് കിട്ടുന്നത്, അതിൽ ആദ്യം കുറച്ച് സൗണ്ട് മോഡുലേഷൻ ഒക്കെ പറ്റി ആയിട്ട് എഴുതുക. അതിൽ പ്രധാനപ്പെട്ട കാര്യം അത് ഇപ്പോഴത്തെ വീഡിയോ അല്ല, അത് ഒരു വർഷം മുന്നേ ഉള്ള സമയത്ത് നമ്മൾ ഫ്രണ്ട്സ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ BJP ജോയിൻ ചെയ്തിട്ട് പോലും ഇല്ല. നമ്മളന്ന് നോർമലി സംസാരിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗമായിട്ട് സംസാരിച്ച കാര്യങ്ങളാണ് ഇപ്പൊ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് എന്നെ അതിൽ മോശക്കാരനാണ്. ഞാൻ അതിൽ പ്രത്യേകിച്ച് പറഞ്ഞു എനിക്ക് BJP-നെ പറ്റി. ഇവന്റെ ഒരു വോയിസ് ഒരു പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു, BJP-ക്കാർ വർഗീയവാദികളാണ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇപ്പൊ റോബിൻ തന്നത്. ഇവരിപ്പോ പറയുന്നത് ഒരു വർഷം മുമ്പ് അവൻ പറഞ്ഞ കാര്യം അത് വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ച് പുറത്തുവിട്ടതാണ് എന്നാണ്. അല്ല റോബിനെ, നിനക്ക് അന്നേരം ഒരു വർഷം മുമ്പുള്ള നിലപാടല്ല ഇപ്പൊ ഉള്ളത്, നിന്റെ നിലപാട് മാറിയോ? ഇപ്പം വന്നവന് തുറന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം എന്താ, അവൻ BJP-യുടെ വക്താവാണ്, അതേ വർഗീയവാദി പാർട്ടിയിലാണ് അവൻ ഇപ്പൊ ഇരിക്കുന്നത്. ഇതാ ഞാൻ പറഞ്ഞത്, എവനെ എവിടെങ്കിലും കുഴിച്ചാൽ അവിടെ പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ പോയി കുഴിക്കും. BJP എങ്കിൽ BJP, മുസ്ലിം ലീഗ് എങ്കിൽ മുസ്ലിം ലീഗ്, ഏത് വട്ടിപ്പാർട്ടി ആണെങ്കിലും അവിടെ പോയി കയറും. ഈ ബിഗ് ബോസിലെ വാണങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല, പറഞ്ഞത് ഇങ്ങനെ മിനിറ്റിന് മാറ്റി പറയുന്ന അഖിൽമാരാർ ആയിരുന്നു നേരത്തെ. അഖിൽമാരാർ ഇപ്പൊ എത്ര എണ്ണം കളം ചാടി കളിച്ച്, എന്താ അതിന്റെ ഒരു എക്സ്ട്രീം പതിപ്പാണിത്. ABCD കാര്യങ്ങൾ അറിയത്തില്ല, എനിക്കറിയത്തില്ല. ഞാൻ ജനിച്ചത് BJP ഒരു എന്താ പറയുക ഒരു ഫാമിലിയിലോ അല്ലെങ്കിൽ ഞാൻ ഇതിൽ പ്രവർത്തനമായിട്ട് വന്ന ഒരാളല്ല. എനിക്ക് എൻ്റെ ABCD അറിയത്തില്ല. ഞാനതിൽ പറയുന്നത് എന്താ, നമ്മൾ ജനങ്ങൾക്കും വേണ്ടി, എനിക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഞാൻ എന്ത് ചെയ്യും, പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞത്. മനസ്സിലായി? ഞാൻ സത്യസന്ധമായിട്ട് എൻ്റെ കാര്യം പറഞ്ഞു, ജനങ്ങൾക്കും വേണ്ടി, എനിക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഞാൻ എന്ത് രാജ്യത്തിനും വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നത് പറഞ്ഞാൽ അത് ഇനിയും പ്രവർത്തിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഞാൻ ചെയ്യും. അയ്യോ മോനെടാ, അരുതേ
ആദ്യം നീ നിനക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിച്ച് നിന്റെ കടങ്ങളൊക്കെ ഒന്ന് മാറ്റി നിന്റെ പ്രശ്നങ്ങൾ ആദ്യം നീ തീർക്ക്, എന്നിട്ട് നീ സമൂഹത്തിലോട്ട് ഇറങ്ങി സാമൂഹിക പ്രശ്നങ്ങൾ ഇടപെടാൻ നിൽക്ക്. അതായിരിക്കും നല്ലത്. ഇത്രയും വലിയ പ്രശ്നം എടുത്തുകൊണ്ട് വെച്ചുകൊണ്ട് നീ ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങില്ലേ, ഒരു അഭ്യർത്ഥനയാണേ. വന്നിട്ടില്ല. മറ്റേ ഇനി അനന്തുവിന്റെ കാര്യം. ഈ അനന്തു എന്ന് പറഞ്ഞ ഡ്രേക്ക് എന്ന് പറഞ്ഞ അനന്തു എന്ന് പറഞ്ഞ ഞാനല്ല, വേറൊരുത്തനുണ്ട്. പക്ഷെ ഡ്രേക്ക് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ, അഭിനന്ദനത്തിൽ അറിയുന്ന, അവൻ ഇതിനകത്ത് എങ്ങനെയാണ് വന്നതെന്നാണ് ഇവൻ പറയാൻ പോകുന്നത്. വ്യക്തി ഇവിടെ 2-3 ദിവസം ഇവനെ എനിക്ക് പണ്ടോട്ടേ അറിയാം. ഓരോ അലിഗേഷൻ പോസ്കോ കേസിലെ പ്രതിയുണ്ട. ഇവന് ഒരുപാട് കാര്യങ്ങൾ മുന്നേ ഉണ്ടായിരുന്നു. ഇപ്പൊ റീസെന്റ് ഒരു 3-4 ദിവസം മുന്നെയാണ് ഇവൻ ഇവിടെ ബൊട്ടീക്കിലേക്ക് വരുന്നതും. ഞാനൊരു പ്രസ് മീറ്റ് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവൻ വന്നതിന് ശേഷം എൻ്റെ അടുത്ത് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുന്നു, എന്താ പ്രശ്നം നോക്കുന്നു. അപ്പൊ ഞാൻ ഈ പ്രശ്നം കുറച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ശരിയാട്ടാ, ഞാൻ നിങ്ങൾക്ക് ഇവക്ക് എഗൻസ്റ്റ് ഞാനൊരു വീഡിയോ ചെയ്യാൻ പോവുകയാണ്, അങ്ങനെ വിടാൻ പറ്റും. എന്നിട്ട് ആ പെൺകുട്ടീനെ പറ്റിയും ഈ പറഞ്ഞ കപിൽദേവിനെ പറ്റിയും മോശമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പുള്ളിക്കാരൻ പറയുന്നത് ഞാൻ വീഡിയോ ചെയ്യും. എന്നിട്ട് അവൻ പറയുന്നത് ഞാൻ കുറച്ച് കോസ്റ്റ്ലിയാണ്. ഞാൻ പറയാം കോസ്റ്റ്ലിയാ, ഓക്കെ, അല്ല ഞാൻ കുറച്ച് എക്സ്പെൻസീവ് ആണ്, കുറച്ച് ചിലവാകും. അപ്പൊ ഞാൻ പറയാം, എടാ എന്റെ ചിലവ് ചെയ്യാനൊന്നും കാശൊന്നും ഇല്ല, എന്റെ കയ്യിൽ അത്ര ഫണ്ടോ കാര്യങ്ങളൊന്നും ഇല്ല. ശരിയാട്ടാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് അവൻ എന്ത് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ട് ഇവൻ അങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ആ അബിൽ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ നമ്പർ തരുമെന്ന്. ഞാൻ നമ്പർ അയച്ചു കൊടുത്തു. നമ്പർ അയച്ചു കൊടുത്തതിന് ശേഷം പിന്നെ കാണുന്ന അവർ രണ്ടിനും കൂടെ സെൽഫി ഇട്ട് ഫോട്ടോ എടുക്കുന്നു. പിന്നെ കംപ്ലീറ്റ്ലി എനിക്ക് എഗൻസ്റ്റ് ആണ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പം മീറ്റ് മിസ്റ്റർ സ്നേഹം പറിക്കട്ടെ, അവന്റെ ടാഗ്ലൈൻ സ്നേഹം പറിക്കട്ടെ. സ്നേഹം പറിക്കട്ടെ ആദ്യം വന്നത് ഇവന്റെ കൂടെ നിന്നിട്ട് മറ്റവർക്കെതിരെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ഒരു സൈബർ കൊട്ടേഷൻ ഇടേ, സൈബർ കൊട്ടേഷൻ. അവനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി തന്നെ സൈബർ കൊട്ടേഷൻ തന്നെയാണ്. അപ്പൊ യവൻ ആദ്യം വന്നത്, ഈ അനന്തു സ്നേഹം പറിക്കട്ടെ വന്നത് യവന്റെ കൊട്ടേഷൻ ഏറ്റെടുക്കാൻ വേണ്ടിയാണ്. അപ്പോഴത്തേക്ക് മനസ്സിലായി യവന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ യവൻ എന്നെക്കാളും വലിയ ഉടായിപ്പാണ്, ഒരു നക്കാ പിജം കിട്ടത്തില്ല, അപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തടയും എന്ന് മനസ്സിലായതാണെന്ന് തോന്നില്ല. അവൻ അപ്പോഴേ അപ്പുറത്തോട്ടേക്ക് ചാടി. അപ്പൊ അവിടെ ഒട്ടി അവിടെ റോഡ് നിൽക്കുകയാണ് അവൻ. എനിക്ക് ഈ അബിൽദേവിന്റെ അടുത്തും വേദലക്ഷ്മി അടുത്തൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവന്റെ ആവശ്യമുണ്ടാ? നിങ്ങൾക്ക് നേരെ വന്നെങ്കിൽ പറഞ്ഞാൽ പോയി. ഇവനെ പിന്നെ എന്തിനാണ് ഈ സ്നേഹം പറിക്കട്ടെ എന്ന് പറഞ്ഞാൽ തോളെ തൂക്കി നടക്കുന്നത്? പോകുന്നിടത്തല്ല ഈ പ്രസ് മീറ്റിൽ ഇവനെ വെറുതെ ഓടിച്ച് സൈഡിൽ ഇരുത്തേണ്ട ആവശ്യം എന്തായിരുന്നു? ഇവനെ കൊണ്ട് നടക്കേണ്ട എന്താ? വെറുതെ ചീത്തപ്പേരുണ്ടെങ്കിലേ നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ട, നിങ്ങൾക്ക് പറഞ്ഞിട്ട് പോകും. ഏറ്റവും നല്ല കാര്യം അതാ. ഇവനെ കൊണ്ട് നടന്നാൽ പിന്നെ അവസാനം ഈ വിഴുപ്പൂടെ നിങ്ങൾ ചുമക്കേണ്ടി വരും. ഇവന്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ സ്നേഹം പറിക്കട്ടെ എന്ന് പറഞ്ഞ് കൂടെ ഒട്ടി എന്നിട്ട് അവന്റെ തന്നെ സ്നേഹം പറിക്കുന്ന പരിപാടിയാണ് ഇവന്റേത്. ഈ വിഷയത്തിന് തൊട്ട് 2-3 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു റോബിനുമായിട്ടുള്ള ഫോട്ടോ എന്തോ അപ്ലോഡ് ചെയ്തത്. അപ്പോഴേ കമന്റ് സെക്ഷനിൽ വന്ന് അടുത്തത് മീറ്റ് മിസ്റ്റർ റോബിൻ എന്നും പറഞ്ഞു വരും. അതിന് അവനൊരു ക്രെഡിബിലിറ്റി ഇല്ലാത്തവനാ, മനസ്സിലായോ? അതുകൊണ്ട് ഈ അബിൽദേവിന്റെ അടുത്താണെങ്കിൽ വേദലക്ഷ്മി അടുത്താണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൂഫ് ഒക്കെ പുറത്തുവിടാനുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അക്കൗണ്ട് ഇല്ലേ, അതിനകത്തൂടെ പുറത്തുവിട്. സ്നേഹം പറിക്കേണ്ട ആവശ്യമില്ല. ഇനി റോബിൻ പറയുന്ന കുറച്ച് കള്ളങ്ങൾ നമുക്ക് പൊളിക്കാം, കേട്ടോ. അതെ, എന്റെ ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ വിളിച്ച് വരുത്തി ഇവരെന്നെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചതാ. എടോ അയാളുടെ വീട്ടിൽ വരണമെന്ന് എന്റെ അടുത്ത് പെരുമ്പാറ് വരണമെന്ന് പറഞ്ഞ് ലൊക്കേഷൻ അയച്ചെന്ന് അയാളുടെ വീട്ടിൽ പോയി അവിടെ വെച്ച് വേദലക്ഷ്മിയാണ് എന്ത് ചെയ്ത് ആ വീഡിയോ എടുത്തത്. വേദലക്ഷ്മി വീഡിയോ CCTV ഉണ്ട്, നിങ്ങൾ ഫൂട്ടേജ് ചെക്ക് ചെയ്തറിയാം. അയാൾ എന്നെ കൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു. എങ്കിൽ നിന്റെ ഇലക്ഷന് ഞാൻ നിന്നെ ഉപദ്രവിക്കത്തില്ല, ഇലക്ഷന് ഞാൻ നിന്നെ ഉപദ്രവിക്കത്തില്ല. ഇപ്പൊ ചെയ്യുന്നില്ല, ഇപ്പൊ ഈ ഉപദ്രവം ചെയ്യുന്നില്ലേ, ഇപ്പൊ വോയിസ് ഇടുന്നു, അത് ചെയ്യുന്നു. ഈ ഉപദ്രവം അന്ന് ചെയ്യൂല എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അതെ, നോട്ട് ദ പോയിന്റ്. ഇവന്റെ 1-2 വീഡിയോ വന്നിട്ടുണ്ടല്ലോ, അത് ഞാൻ കാണിക്കാം, ഇത് കണ്ടിപ്പോ കാണിക്കാം. അപ്പം ആ വീഡിയോ ഇവനെ കൊണ്ട് ഭീഷണിപ്പെടുത്തി എടുപ്പിച്ചതാണ്. അങ്ങനെ വീഡിയോ എടുത്ത് തന്നു കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ നിന്റെ ഇലക്ഷനെ ഞങ്ങൾ ഉപദ്രവിക്കത്തില്ല, അത് കഴിഞ്ഞിട്ട് ഉപദ്രവിക്കത്തുള്ളൂ. ഇപ്പൊ ഇലക്ഷൻ നടക്കുന്നത് April 9 നമ്മുടെ കേരള റീസെന്റ് ആയിട്ട് നടന്ന ഇലക്ഷൻ നടന്നത് April 9. ആ ഡേറ്റ് നോട്ട് ചെയ്ത് വെച്ചോ, ബാക്കി കള്ളങ്ങൾ ഇവരൊന്ന് പറയട്ടെ. ബ്രോന് മനസ്സിലായില്ല, ഇലക്ഷന്റെ സമയത്ത് എനിക്കൊരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് സീറ്റ് കിട്ടില്ല. ബ്രോന് മനസ്സിലായി? നോട്ട് ദ പോയിന്റ്. ഓക്കെ, അതാണ് കാര്യം. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ പേരിൽ ഒരു ഫിനാൻഷ്യൽ സംഭവം വന്നു. ഇതേപോലെ ഇപ്പൊ ഈ നടക്കുന്ന സാധനം ഇല്ലേ, ഇതിപ്പോ ഈ നടക്കുന്ന സാധനം ഇലക്ഷന് മുന്നേ ആയിരുന്നെങ്കിൽ എന്നെ എടുക്കോ? ഞാൻ കോമൺ സെൻസ് ചോദിക്കുക, എന്നെ എടുക്കോ? ഇല്ല. അപ്പൊ പറഞ്ഞു, നീ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും നിന്നെ ഇതിലേക്ക് എന്ത് ചെയ്യത്തില്ല, ഇലക്ഷൻ സമയത്ത് എന്ത് ചെയ്യത്തില്ല. ഇവരെന്താ വിചാരിച്ച എന്റെ ഇലക്ഷൻ സമയത്ത് എനിക്ക് എന്തോ കോടിക്കണക്കിന് രൂപ കിട്ടുമെന്നാണ് ഇവരെന്ത് ചെയ്ത് വിചാരിച്ചത്. എന്റെ അടുത്ത് പറഞ്ഞു, എടാ നിനക്ക് കിട്ടും. ഞാൻ ചോദിച്ചു, എനിക്ക് കിട്ടുമോ? ഞാൻ ചോദിച്ചു, എനിക്ക് അങ്ങനെ കിട്ടുമോ? കോടിക്കണക്കിന് രൂപ കിട്ടുമോ? ഇയാൾ എന്റെ ബ്രദർ എന്ന് പറഞ്ഞാൽ നടക്കുന്നത്. കിട്ടുമെന്ന് പറഞ്ഞാൽ ആ ചന്ത് കയറിയത്, പക്ഷെ ഒരു കെണ്ടിയും കിട്ടിയില്ല എന്നുള്ളതാണ് പിന്നെ മനസ്സിലായത്. കൂടെ നടന്ന് തോളിലിട്ടിട്ട് ബാക്കിൽ നിന്ന് കുത്തുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ ഈ മറ്റേ റീൽസിലൊക്കെ കാണുന്ന ഈ സാധനമാണ്. ഈ അബിൽദേവ് എന്റെ അടുത്ത് എന്ത് ചെയ്തിരിക്കുന്ന, പച്ചയ്ക്ക് ചെയ്തിരിക്കുന്ന. മനസ്സിലായ? അത്രേ ഉള്ളൂ. അബിൽദേവാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കൾപ്പറ്റ്. അപ്പൊ ഇലക്ഷന്റെ ഭാഗമായിട്ട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അങ്ങനെ വീഡിയോ എടുപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇനി നമുക്ക് കഥയിലോട്ട് വരാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ April 9 ഇലക്ഷൻ നടക്കുന്നത്. ഈ April 9 ശേഷവും ഇലക്ഷൻ തീർന്നതിന് ശേഷവും അവര് വീഡിയോ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് ലവന്മാർ 2 പേരുടെ നിന്ന് എടുത്ത ഈ പൈസ മേടിക്കാൻ എടുത്ത വീഡിയോ ഒന്നായിട്ട് കാണാം, അന്നേരം നിങ്ങൾക്ക് കാര്യം പിടിയിട്ടു. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇത് അബിൽ ബ്രോ ആണ്. സോ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഉള്ളത് അബിൽ ബ്രോയിന്റെ പെരുമ്പാവൂരുള്ള വില്ലേജിലാണ്. ഇന്ന് December 30, 2025.
സോ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഈ ഒരു 2025 വർഷത്തില് അബിൽ ബ്രോ പലതവണ എനിക്ക് പല രീതിയിൽ ഫിനാൻഷ്യലി ഫണ്ട് തന്ന് സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇനി അതില് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് 36,75,000 രൂപ ഇനി അബിൽ ബ്രോന് കൊടുക്കാറുണ്ട്. ഒന്ന് നോട്ട് ചെയ്തു, ഡിസംബർ 30 ആ സമയത്താണ് എടുക്കുക, കഴിഞ്ഞ കൊല്ലം ഡിസംബർ. അന്നേരം 36 ലക്ഷം അന്നേരം കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. ഇനി അടുത്ത വീഡിയോ വരുമ്പോൾ ഇത് മാറും. അന്നേരം അവന്റെ സ്കില്ല് നിങ്ങൾ മനസ്സിലാക്കണം. സോ ഞാൻ ഈ വരുന്ന ജനുവരി 31, 2026 വരെ സമയം ചോദിച്ചിട്ടുണ്ട്. സോ അപ്പം ഓൺ ഓർ ബിഫോർ ജനുവരി 31, 2026 ഞാൻ ഈ പറഞ്ഞ 36,75,000 രൂപ അബിൽ ബ്രോന് കൊടുക്കുന്നതാണ്. സോ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് എന്താ പറയുക, ഫോർമലി ഞങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നതാണ്. അത് മാത്രമല്ല എനിക്ക് ഒരുപാട് പ്രാവശ്യം ഫണ്ട് തന്ന് സഹായിച്ചിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ ഇത് ഒരു ലെറ്റർ ആയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്നേ ദിവസം എഴുതിയിട്ടുണ്ട്. സോ ഒരു കാര്യമില്ല, വീഡിയോ എടുത്ത് വെച്ചു കൊടുക്കുന്ന ലെറ്റർ ആയിട്ട് എഴുതിയിട്ട് ഒരു കാര്യമില്ല. ജനുവരി 31 ആയപ്പോഴത്തേക്കും വേറെ കഥയുമായിട്ട് വന്ന് സൂം ചെയ്ത് ഇതിൽ കാണാൻ പറ്റും. ഞാൻ അത് സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ജാനുവരി 31, 2026 അതൊരു നമ്മൾ അക്കൗണ്ട് ത്രൂലും ബൈ ഹാൻഡും ആയിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ഈ പറഞ്ഞ എമൗണ്ട് എന്ത് ചെയ്യാം, അത് നമ്മൾ ഇത്രയും എമൗണ്ട്, ആ ഒരു എമൗണ്ട് റോബിൻ സമ്മതിച്ച് തരാം. അപ്പൊ അതിലൊരു ഒരു സെറ്റിൽമെന്റ് ഡീൽസ് പോലത്തെ ഒരു കാര്യമാണ്. അപ്പൊ താങ്ക് യു റോബിൻ. താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഇത് അടുത്ത വീഡിയോ ആണ്. അടുത്ത വീഡിയോ അബിൽ ബ്രോ ആണ്. ഇന്ന് ഏപ്രിൽ 28, 2026. ഡിസംബർ കഴിഞ്ഞ് ഇപ്പൊ ഏപ്രിൽ 28 ഇനി എത്ര രൂപ കൊടുക്കാൻ? അന്ന് 36 ലക്ഷം വരുന്നത്. ഇപ്പൊ ഏപ്രിൽ ആയപ്പോഴത്തേക്ക് ഇനി എത്ര കൊടുക്കാണ്ടത് ഇപ്പൊ പറയുവേ, കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അബിൽ ബ്രോന്റെ കയ്യിൽ നിന്നും ക്യാഷ് ആയിട്ടും അക്കൗണ്ട് വഴിയും ഞാൻ ഓൾമോസ്റ്റ് ഒരു 45 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബാലൻസ് അല്ല, അതിൽ കൂടുതൽ എടേ ഒന്ന് ആലോചിച്ച് നോക്കിയ, ഒരുത്തരം 36 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. എന്നിട്ട് മൊത്തം കംപ്ലീറ്റ് കൊടുത്തോളാമെന്ന് ജാനുവരി 31 വരെ പേപ്പറിനകത്ത് എഴുതി ഒപ്പിട്ടും കൊടുത്ത് വീഡിയോയും എടുത്ത് വെച്ചു കൊടുത്ത്. എന്നിട്ട് ഏപ്രിൽ വന്ന് അടുത്ത വീഡിയോയ്ക്കകത്ത് ആ 36 ലക്ഷം കൊടുക്കാനുള്ളവന്റെ കയ്യിൽ നിന്ന് പിന്നെ ഒരു 9 ലക്ഷം രൂപയും കൂടെ മേടിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് അവന്റെ കഴിവ്, എന്റെ പൊന്ന് റോബിനെ, എടാ നിനക്ക് ഈ ഉടായ്പ പഠിപ്പിക്കുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിക്കൂടറാ, എങ്ങനെ സാധിക്കുന്നടാ ഇത്? ഏപ്രിൽ ആയപ്പോഴത്തേക്ക് 36 ലക്ഷം 45. ഇനി ബാലൻസ് വന്നിട്ട് 45 ലക്ഷം രൂപയുണ്ട്. സോ അത് നമ്മളൊരു സെറ്റിൽമെന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം അത് സെറ്റിൽമെന്റിലേക്ക് എത്തി, അതിന്റെ വീഡിയോ ആണ്. ഇവിടെയും നിൽക്കൂല, ഈ 45 കൊണ്ട് ഒരു കാര്യമില്ല. ഇപ്പം ഈ വീഡിയോ എടുത്തത് ഏപ്രിൽ 28, ആദ്യത്തെ വീഡിയോ ഡിസംബർ 30. ഓക്കെ, എലക്ഷൻ നടക്കുന്നത് ഏപ്രിൽ 9. ഈ വീഡിയോ എടുത്തത് ഇലക്ഷന് ശേഷമാണ്. അന്നേരം യവൻ നേരത്തെ പറഞ്ഞ ഈ ഇലക്ഷന് ഭീഷണിപ്പെടുത്തിയിട്ട് ഞങ്ങളെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞത് ഇവിടെ പൊളിഞ്ഞ്, ആ കള്ള ഇവിടെ പൊളിഞ്ഞ്. എടാ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ നീ എങ്ങനെയാ ഈ വീഡിയോ ചെയ്ത് കൊടുത്തത്? ഇത് കഴിഞ്ഞ് പിന്നെ വീഡിയോ കൊടുത്തിട്ടുണ്ട്, അത് അതിനേക്കാളും വലിയ കോമഡി. റോബിന്റെ കില്ലാടിത്തരങ്ങളെ കേൾക്കാം. 5 ലക്ഷം രൂപ വന്നിട്ട് മെയ് 5, 2026 പുള്ളിക്കാൻ അത് കൊടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ ശേഷം ബാലൻസ് ഉള്ള 40 ലക്ഷം രൂപ മെയ് 20 40 ലക്ഷം രൂപ പുള്ളിക്കാൻ സെറ്റിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മളിപ്പോൾ സംസാരിച്ച ആ ഒരു ഡീല് ക്ലോസ് ചെയ്യാണ്. ഇതൊരു ജസ്റ്റ് ഒരു വീഡിയോ നമ്മൾ എടുത്ത് വെക്കുന്നതാണ്. അപ്പം അപ്പം അത് കാര്യമായി. അതുകൊണ്ട് നമുക്കൊക്കെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. അങ്ങനെയുടെ ഒരു കഴിവേറിത്തരങ്ങൾ നമുക്കൊന്ന് കാണാൻ പറ്റിയല്ലോ. എടുത്തൊക്കെ നന്നായി. ഇത് കഴിഞ്ഞ ഇത് 20 എന്നുള്ള ഒരു ഉറപ്പിലാണ് നമ്മൾ ഈ വീഡിയോ കൂടി എടുക്കുന്ന റോബിന് ഉള്ളത് പറയാനുള്ളത്. അപ്പോൾ 20th ഇത് തീരും. നല്ല രീതിയിലുള്ള നമ്മൾ വ്യക്തിപരമായിട്ട് ഒരു വേറെ പ്രശ്നങ്ങളുമില്ല. ഇത് തീരാണ്. അത് ആ രീതിയിലേക്കുള്ള ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ വ്യക്തിപരമായിട്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിട്ട് നിർത്തിക്കും. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അവിടെയും തീർന്നില്ല. അടുത്ത വീഡിയോ ഇത് മെയില് തീർക്കുന്നില്ലേ പറഞ്ഞേ, ആ സമയത്തുള്ള വീഡിയോ ആണിത്. അവിടെ കൊണ്ടും തീരൂല. അബിൽ ബ്രോ ആണ്. ഇന്ന് മെയ് 18. അപ്പം നമ്മൾ തമ്മിൽ ഓൾറെഡി ഈ സെറ്റിൽമെന്റിന്റെ കാര്യം സംസാരിച്ചിരുന്നു, എമൗണ്ടും സംസാരിച്ചിരുന്നു. അപ്പം അതെ 20 പറഞ്ഞിരുന്നു. അപ്പൊ 5 lakhs ഓൾറെഡി കൊടുത്തു. ഇനി ബാലൻസ് ഉള്ളത് 40 ലക്ഷം രൂപയാണ്. അതില് ഈ വരുന്ന മെയ് 28 അന്ന് 5 ലക്ഷം രൂപ, ജൂൺ 5 അന്ന് ബാലൻസ് 5 ലക്ഷം രൂപ, ജൂൺ 10 അന്ന് 5 ലക്ഷം രൂപ. അപ്പൊ ടോട്ടല് 20 ലക്ഷം രൂപ അന്ന് ക്ലിയർ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ജൂൺ 15 അന്ന് 25 lakhs കൂടെ ചേർത്തിട്ട്
കംപ്ലീറ്റ് എമൗണ്ട് അന്നത്തോടു കൂടി ഫിനിഷ് ചെയ്യാണ്. അപ്പോൾ അത് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഹാൻഡ് ഓവർ ചെയ്ത് ഹാപ്പി ആയിട്ട് പിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ അതിനുവേണ്ടി ഒരു എന്താ പറയുക, എവിഡൻസ് ആയിട്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി അല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, നമ്മൾ പരസ്പര ധാരണയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു. ജനുവരി 30 കൊടുക്കുമെന്ന് പറഞ്ഞു, കൊടുത്തില്ല. അത് കഴിഞ്ഞ് മെയ് 20 കൊടുക്കുമെന്ന് പറഞ്ഞു, കൊടുത്തില്ല. പിന്നെ ഇപ്പൊ ജൂലൈ 15 കൊടുക്കുമെന്ന് പറഞ്ഞു, കൊടുത്തില്ല. ഇതിങ്ങനെ ഇപ്പത്തരും എന്നും പറഞ്ഞ് അവിൽ രാജിനെ മ്ലൂഞ്ചിച്ചോണ്ടിരുന്നതാ. അവസാനം ഗതി കെട്ടിട്ടങ്ങാണ്ടാണ് അവന്മാർ ഈ സാധനം പുറത്തു വിടുന്നത്. സോ ഈ വീഡിയോയും മെയ് 18. ഓക്കെ, ഇലക്ഷൻ നടന്നത് April 9. ഈ April 9 കഴിഞ്ഞ് 2 വീഡിയോ ഇവനിപ്പം ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യിപ്പിക്കുന്നതല്ലെന്ന്. ഇവൻ അന്നേരം മറ്റേ പ്രസ് മീറ്റ് വന്നിരുന്ന് പറഞ്ഞ എല്ലാം കള്ളത്തരമാണേ. അന്നേരം ഈ ഒരു വീഡിയോ ആണ് ഞാൻ ആദ്യം കാണുന്നത്. ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ അബിൽ ഇത്ര പൊട്ടനാണോ? കാര്യം ഇവനെ ഇത്രയും വിശ്വസിച്ച് പൈസ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ അബിലും ഈ വേദലക്ഷ്മി എല്ലാവരും കൊടുത്തൊരു പ്രസ് മീറ്റ് കണ്ട് 1.25 മണിക്കൂറുള്ള ഒരു പ്രസ് മീറ്റ്. അതിനകത്ത് ഇപ്പൊ ഈ കംപ്ലീറ്റ് കഥയും പറയുന്നുണ്ട്. ഈ അബിൽ പൈസ കൊടുത്തേക്കുന്ന കഥ പറയുന്നുണ്ട്. കഥ പറഞ്ഞപ്പോഴാണ് ആ റോബിന്റെ ആ ഒരു സ്കില്ല്, ആ ഒരു മൂഞ്ചിക്കൽ സ്കില്ല് ഞാൻ മനസ്സിലാക്കുന്നത്. അവൻ തന്നെ പറയുന്നത്, അത്യാവശ്യം എല്ലാ ഉടായ്പകളും അറിയാവുന്ന ഞാനാണ്, ഞാൻ വരെ ഇവന്റെ മുന്നിൽ വീണ് പോയത്, ഇവന്റെ സ്കില്ലിന് മുന്നിൽ വീണ് പോയത്. ആ രീതിയിൽ കൺവിൻസ് ചെയ്ത് കളയുന്നത്. എന്നിട്ടാണ് പൈസ മേടിക്കുന്നത്. ഇവനങ്ങ് ലിറ്ററലി അങ്ങ് ബെഗ് ചെയ്യും. ഇവനങ്ങ് കരഞ്ഞ് കാല് പിടിക്കും ഇപ്പൊ പൈസ മേടിക്കാൻ വേണ്ടിയിട്ട്. സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇവൻ പൈസ ചോദിക്കുന്നതിന്റെ ഒരു രീതി, ഒരു ചാറ്റ് റെക്കോർഡ് ഞാൻ കാണിച്ചു തരാം. അത് നമ്മുടെ വേദലക്ഷ്മി പുറത്തു വിട്ടതാ. അപ്പോ ഇതാണ് ചാറ്റ്. ഇത് ഇപ്പുറത്തുള്ളത് അബിലിൻ്റെത്, ഇപ്പുറത്തുള്ളത് റോബിൻ്റെത്. നോ റെസ്പോൺസ് ഫ്രം യുവർ എൻഡ്. മെസ്സേജ് അയച്ചാൽ അപ്പോൾ നോക്കുന്ന ആൾ ആണ് നീ. 28 ഒരു ചേഞ്ചും ഉണ്ടാവില്ല. എക്സ്ട്രീമാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ നെല്ലിപ്പല കണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്നു. അതിന്റെ റോബിന്റെ പരിപാടി എളുപ്പം തുടങ്ങാൻ പോണ്. ഡോണ്ട് വറി, സെറ്റ് ആണെന്ന് പറഞ്ഞിട്ട് റോബിൻ ഒരു മെസ്സേജ്, ഒരു മറ്റേ നേരത്തെ കൂട്ട് വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുക. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇന്ന് മെയ് 27 ആണ്. അപ്പം എനിക്കൊരു 90,000 രൂപ വേണം. 90,000. നമ്മൾ നേരത്തെ കണ്ടത് മെയ് 18 മെയ് 18 എടുത്ത വീഡിയോ ആണ് നേരത്തെ കണ്ടത്. അതിന് ആ വീഡിയോക്ക് തൊട്ടുമുമ്പുള്ള വീഡിയോക്കകത്ത് പറഞ്ഞത് മെയ് 20 ഞാൻ കംപ്ലീറ്റ് കൊടുത്തേക്കുമെന്നാണ്. എന്നിട്ട് കൊടുത്തില്ല. എന്നിട്ട് മെയ് 18 വേറെ വീഡിയോ എടുത്തിട്ട് പറയാണ് മെയ് 28 ആകുമ്പോഴത്തേക്ക് ഞാൻ 5 ലക്ഷം രൂപ കൂടെ തരും. 5 ലക്ഷം ഞാൻ ഇപ്പൊ കൊടുത്തിട്ടുണ്ട്, മെയ് 28 5 ലക്ഷം രൂപ തരുമെന്ന്. അത് മെയ് 27 വന്നിരുന്നിട്ട് 90,000 രൂപ കൂടെ വേണമെന്ന് പറഞ്ഞ് അവൻ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തേക്കുന്നത്. സോ അബിൽ ബ്രോന്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, എനിക്കറിയാം അബിൽ ബ്രോയിനെ ഹെൽപ്പ് ചെയ്യുന്നത്. വളരെ നല്ല തങ്കപ്പെട്ട പാവ മനുഷ്യനാണ് അബിൽ ബ്രോ. അപ്പം ദൈവത്തോർത്ത് കനിയണം. ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്, ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു രാത്രിക്കകത്ത്, ഒരു 10 മണിക്കകത്ത്, ജസ്റ്റ് ഒരു ദിവസം പോലും വേണ്ട, 10 മണിക്കകത്ത് 27 തന്നെ രാത്രി 10 മണിക്കകത്ത് 10:30 ഞാനത് ട്രാൻസ്ഫർ ചെയ്തേക്കാം. എനിക്കൊരു 90,000 ഒന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. ഇതൊരു റിക്വസ്റ്റ് ആണ്. പിന്നെ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ സീസൺ 8 വിന്നറായിട്ട് വരട്ടെ. ഈ ഒരു ബ്രദറിന്റെ എല്ലാവിധ ആശംസകളും. ഓൾ ദി വെരി ബെസ്റ്റ്. പിന്നെ വിജയിച്ചു വരൂ. പിന്നെ ഇതൊന്ന് ഹെൽപ്പ് ചെയ്യ് പ്ലീസ് എന്ന് പറയാം. മെയ് 27 എടുത്ത വീഡിയോ ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നല്ല. ഈ വീഡിയോക്കകത്ത് പറഞ്ഞ നിങ്ങൾ ഒന്നുകൂടെ കേട്ടു പോയിക്കേ. ജൂൺ 10 അന്ന് എത്തു. ഇനി ബാലൻസ് ഉള്ളത് 40 ലക്ഷം രൂപയാണ്. അതില് ഈ വരുന്ന മെയ് 28 അന്ന് 5 ലക്ഷം രൂപ. മെയ് 28 5 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞവൻ മെയ് 27 രാത്രി വിളിച്ചടാ 90,000 രൂപ എനിക്കെന്താ തരുമോ എന്നും പറഞ്ഞ് കടം ചോദിച്ചേക്കുന്നു. എന്റെ പൊന്ന് റോബിനെ, നിന്റെ തൊലിക്കട്ടി കാണ്ടാവൃഗം നിന്നെ കണ്ട കുമ്പിട്ട് എന്റെ ആശാനെ എന്ന് പറഞ്ഞ് വീഴുമല്ലോടാ. ഇങ്ങനെ വലിപ്പിക്കൂടാ ഒരു മനുഷ്യനായിട്ട്. എന്റെ ബാക്കിയൂടെ കാണാം. അതിന്റെ അടിയിൽ കണ്ട കെട്ടിപ്പിടിച്ച ഉമ്മ കൊടുക്കുന്ന ജിഫ്. ചെക്ക് ദിസ് വീഡിയോ. ഈ വീഡിയോ ഫുള്ള് കാണ്. എമർജൻസി. കണ്ണീരൊലിപ്പിക്കുന്നു, സുഖിപ്പിച്ചങ്ങ് മറിയുണ്ട്. കണ്ണീര് കരയുന്നത്, കൊച്ചിന്റെ ഇമേജ് ക്യൂട്ട്നെസ് മാറ്റി വിതറുന്നു, കൊച്ചു നോക്കുന്നത്. റോബിനെ നീ എന്തൊക്കെയാ അയക്കുന്നതെന്ന് പറഞ്ഞില്ല, അവൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചേക്കുന്നു. ഇവന്റെ റിപ്ലൈ, എനിക്ക് നിങ്ങളെ ഉള്ളൂ, വർക്കർ സാലറി കൊടുക്കണം, ഈതാണ് പ്ലീസ് കൈൻഡ്. അന്നേരം അവൻ അവിടെ നയിക്കുന്നുണ്ട്. ബ്രോ നോ വേ, 45 ലക്ഷം രൂപ അവന് കൊടുക്കാനുണ്ട്. അന്നേരമാണ് പിന്നെയും 90,000 ചോദിച്ച് വിളിച്ചയച്ചേക്കുന്നത്. നാളെ 5 ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിക്കണേ. റിക്വസ്റ്റ്, എനിക്ക് ഹെൽപ്പ് ചെയ്യ്, സീസൺ 8 വിന്നർ. ഓ
പോക്കിയടി എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ കുറഞ്ഞു പോകും. എനിക്ക് ഹെൽപ്പ് ഈ സീസൺ വിന്നർ, അവനങ്ങ് പ്രഖ്യാപിച്ച വിന്നർ. ഈ ഇമോജി ഓ ബ്രോ നീട്ടി പട്ടി നാണം കുടുങ്ങുന്ന ജിഫ്. അയ്യോ യു ആർ ദ ഹീറോ ഹീമാൻ. ഒരുത്തനെ ഊമ്പിച്ച് കൈ കൊടുത്തിട്ട് പറയാ സീസൺ 8 വിന്നർ യു ആർ ദ ഹീറോ. അവനിപ്പോ പട്ടിയെ പോലെ 0 ആയിട്ട് കണ്ട പ്രസ് മീറ്റ് എല്ലാം കയറി നിരങ്ങിക്കൊണ്ടിരിക്കുക. എനിക്ക് പൈസ തരുന്നില്ലെന്നും പറഞ്ഞ് നിന്റെ ഹീറോ എന്നല്ല അവിടെ കിടന്നിപ്പോ കരഞ്ഞോണ്ടിരിക്കുന്നെ. ഇവനെ എന്നിട്ട് വിളിക്കുന്നുണ്ട്, മിസ് കോള് പോകുന്നുണ്ട്, അവൻ എടുക്കുന്നില്ല. ശരി വലിയ ആളായിപ്പോയി, അവനറിയാം എടുത്തു കഴിഞ്ഞാൽ ഇവൻ എന്തേലും ഒക്കെ പറഞ്ഞ് എന്റെ ഇന്ന് പൈസ ഊറ്റിക്കൊണ്ടു പോകും. അവൻ എടുക്കുന്നില്ല. നോക്കിക്കോ നൈറ്റ് 10 PM റിട്ടേൺ ഇടും ബ്രോ എന്നും പറഞ്ഞാണ്ട് ചറപറ കോള്. അതറിയത്തില്ല, അവൻ അവിടെ നിൽക്കും. റോബിൻ 100% നോ, 100% നോ. സോറി ബ്രോ, പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തു തന്നു. സോറി എന്ത് ചെയ്യണമെന്നറിയില്ലേ. ആകെ ഒരു ഹോപ്പ് ബ്രോ ആയിരുന്നു. 100% ബ്രോ 100% നോ റോബിൻ നോ റോബിൻ എന്ന് പറഞ്ഞ അവനോടൊന്ന് മെസ്സേജ് ചെയ്തിട്ട് ഇവിടുന്ന് ഈ ഇമേജ് ഒക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഞാൻ അല്ലെങ്കിലും ഒരു ഓർഫൻ ആണല്ലോ. എന്താണ് നീ ഓർഫൻ ആണോ? ലാസ്റ്റ് 2 times റെമിനോട് പോലും പറഞ്ഞു ചെയ്തു തന്നു. ഞാൻ ആ ഫണ്ട് തിരിച്ചു കൊടുത്തു. ഇത് ഇന്ന് നൈറ്റ് 10 PM റിട്ടേൺ ചെയ്യും പ്ലീസ്. ഇല്ലെങ്കിൽ എന്റെ അച്ഛൻ എസ് രാധാകൃഷ്ണനല്ല. എന്തുവാണ് ഇത്? 10 മണിക്ക് മുമ്പ് പൈസ കൊടുത്തില്ല അവന്റെ അച്ഛൻ രാധാകൃഷ്ണനല്ലെന്ന്. അത് ഞാൻ പറയുന്നില്ല ഞാനൊന്നും. ഓന്മാരില്ല പിള്ളേരെക്കാളും കഷ്ടമാണല്ലോ. 9K 10 റിട്ടേൺ ചെയ്യാം, ഇല്ലെങ്കിൽ എന്റെ അച്ഛൻ രാധാകൃഷ്ണനല്ല. എവന്റെ അച്ഛൻ രാധാകൃഷ്ണനാണോ പറ്റിയോ എന്ന് അറിയാൻ വേണ്ടി 90,000 കൊടുക്കേണ്ട അവസ്ഥയായി പോയി. എന്തോന്നടി ഇത്? ഒരു കോള് പോയിട്ടുണ്ട്, 9 സെക്കൻഡ് സംസാരിച്ചിട്ടുണ്ട്. അത് പൈസ കൊടുത്താ നീ 9 സെക്കൻഡിനുള്ളിൽ സെറ്റാക്കിയത്. ഓഡീഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഹോപ്പ് യു ഡിഡ് വെൽ. പിന്നെ ഒരു വീഡിയോ കോള് 1 minute കൊടുത്താ നീ പൈസ കൊടുത്താ? ഒരു ഹെൽപ്പ് പ്ലീസ്, കൈൻഡ് റിക്വസ്റ്റ്. എന്റെ ഇടയിൽ കൂടെ സൂചിപ്പിക്കുന്നുണ്ട് നെക്സ്റ്റ് ഓഡീഷൻ എന്നാ ഇന്ന് റൈറ്റ് ഇന്ന്. ഓ ബെഗ്യുവിന്റെ അടി കൊച്ചിന്റെ ഇമോജി ഒക്കെ ഉണ്ട് കേട്ടോ. ബ്രോ പ്ലീസ് ബ്രോ ഇന്ന് എനിക്കറിയാം നിങ്ങൾ ഇടും. അബിൽ ബ്രോ പാവമ്മ ബ്രോ പ്ലീസ് സോറി ലീവ് ഇറ്റ് പറ്റുമെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ചോറ. അയ്യോ സ്കില്ല് നോക്കണേ. ഇതുപോലൊരു കഴിവേറി വേറെ ഉണ്ടാവില്ല. എന്നിട്ട് ഇത് കൂടാഞ്ഞിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിന്റെ ഇടയിൽ August 1 ഒരു മെസ്സേജ് ഇവൻ അയച്ചിട്ടുണ്ട്. അത് ഈ അബില് മറ്റേ ഇതിന് വന്നപ്പോ കാണിച്ചു. അതുകൂടെ വെക്കാം. ഡയലോഗ് അടിച്ചു. 1-ാം തീയതി രാവിലെ സൂം ചെയ്യും. 1-ാം തീയതി രാവിലെ 31 പരാതി കൊടുത്തതിന് ശേഷം 1-ാം തീയതി രാവിലത്തെ ചാറ്റ്. ഇങ്ങനത്തെ ചാറ്റ് അവന് കാണിക്കാൻ പറ്റില്ല. നിങ്ങൾ പരാതി കൊടുത്തതിന് ശേഷം അയച്ച മെസ്സേജ് ആണ് ഇത്. ഇങ്ങനെ തിരിക്കും. എന്റെ ഫോൺ നിങ്ങൾക്ക് വിട്ടുവരും എല്ലാവർക്കും. കോൺവെർസേഷൻ നോക്കാം. 1-ാം തീയതി രാവിലെ എന്താ മെസ്സേജ്? ഹണി ട്രാപ്പിൽ വരുത്തിയ വ്യക്തി ഹണി ട്രാപ്പിൽ വരുത്തിയ വ്യക്തി ഈ അവസാനം ഈ 6 ലക്ഷം എന്ന് പറയുന്ന അവസാനം മേടിച്ച 6 ലക്ഷം അത് ആദ്യം ഞാൻ തരാം. ഈ 1-ാം തീയതി എൻ്റെ അടുത്ത് ഒരുപാട് കോൾസ് ഞങ്ങൾ സംസാരിച്ചു. ബാംഗ്ലൂരിൽ നിൽക്കുമ്പോൾ തന്നെയാണ്. ലൊക്കേഷൻ നോക്കിയാൽ മതി. ആ സമയത്ത് പൊടിയുടെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ പൊടിയുടെ എനിക്ക് സത്യം പറഞ്ഞാൽ പൊടീനെ ഇതിലേക്ക് വലിച്ചടിക്കണം ഒട്ടും താല്പര്യമില്ല. പൊടിയുടെ കോൺവെർസേഷൻ പൊടി പറഞ്ഞു, ചേട്ടൻ കൂടെ ഞാനുണ്ട്, ചേട്ടൻ പേടിക്കണ്ട, ഗോകുലം ഗോപാലൻ ചേട്ടൻ ഇന്ന് കാണാൻ പോകുന്നുണ്ട്, അദ്ദേഹം ചിലപ്പോൾ നിങ്ങളെ സഹായിക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു ഇന്റർവ്യൂ നിങ്ങൾ ഫുള്ള് കാണണം കേട്ടോ. അതിനകത്ത് റോബിന്റെ ഇതൊന്നും ഞാൻ പറഞ്ഞു ഒന്നും അല്ല കേട്ടോ, അതിന്റെ ഒപ്പുറമാണ്. ആൻഡ് ഇതിനകത്ത് ബ്രോ ഐ സ്റ്റാർട്ടഡ് മൈ ലവ് ഐ ഹാഡ് ടു ടേക്ക് ബാക്ക് ടു സർവീസ് എൻജിൻ റൂം ഫ്രം ലാസ്റ്റ് 6 or 7 months. ഐ ലോസ്റ്റ് മൈ ഹോപ്പ് സിൻസ് ഐ സ്റ്റാർട്ട് മൈ ട്രീറ്റ്മെന്റ് ആൻഡ് കോസ്റ്റ് മീ ഈസ് വെരി ഹൈ. ഐ നീഡ് മോർ സപ്പോർട്ട് ബട്ട് നൗ ഐ ഹോപ്പ് ഐ ക്യാൻ കം ബാക്ക് ടു സീ. I am very grateful to you sir and from your support and kindness. Thank you so much. ഇതെന്തുവാണ് ഇത്? കസ്റ്റമർ കെയർ മെസ്സേജ് അല്ല. എന്ത് തേങ്ങാക്കൊലയാണെങ്കിലും റൂബിനെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. എന്തെങ്കിലും ഉണ്ടെന്ന് പൈസ തിരിച്ചു കൊടുക്കടാ ആ ചെറുക്കൻ്റെ. ഇങ്ങനെ ഇട്ടവനിട്ട് കരയിപ്പിക്കാതെ. ആൻഡ് ഇതിന് ശേഷം റോബിൻ
ഒരു കൊട്ട PDF, ഒരു 133 പേജിന്റെ PDF ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ 1-2 വീഡിയോ എന്നെ കാണിച്ചു തരാം. അതെല്ലാം തൂക്കിയെടുത്തോണ്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇന്ന് ഓഗസ്റ്റ് 12 രാവിലെ 7 മണിയാണ്. അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് അഗൻസ്റ്റ് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വേദലക്ഷ്മിക്കും അബിൽ ദേവനൊക്കെ ഞാൻ ഫണ്ട് കൊടുക്കാനുണ്ട്, ഞാൻ അവരെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എന്നെ എക്സ്പോസ് ചെയ്യുന്നതിന്റെ ഞാൻ കാശ് വെച്ചിട്ടുള്ള വീഡിയോ എടുത്തിടുന്നു. സോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നു. ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നു, കമന്റ് ചെയ്യുന്നു, എന്നെ ചീത്ത വിളിക്കുന്നു. ഞാൻ ഇന്നലെ, അതായത് ഓഗസ്റ്റ് 11 ഇന്നലെ ഞാൻ കംപ്ലീറ്റ് എന്റെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഇവരുടെ ചാറ്റ്, ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് സാധനം ഞാൻ പ്രിന്റ് ഔട്ടും ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ അബിൽ ദേവ്, വേദലക്ഷ്മി, ഇവരുടെ കൂട്ടത്തിലുള്ള റമീൻ, പിന്നെ ഷാജർ, ധന്യ, ഈ പറഞ്ഞ ആൾക്കാരിൽ നിന്നുള്ള സാമ്പത്തിക ഇടപാട് ടോട്ടൽ മൊത്തത്തിലുള്ള അവരുമായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 42,53,500 രൂപയാണ്. അതായത് 42,53,500 റുപ്പീസ്. എടേ, ഇവൻ മറ്റേ വീഡിയോക്കകത്ത് വന്ന് 45,75,000 എന്ന് പറഞ്ഞവനാ. ഇപ്പൊ അത് കുറഞ്ഞു, എന്താണ് ആവിയായി 3 ലക്ഷം രൂപ. എന്റെ അക്കൗണ്ടിൽ നിന്നും ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് 43,22,500 രൂപയാണ്. അതായത് 43,22,500 രൂപ, 43,22,500 റുപ്പീസ് ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ടാണെങ്കിൽ 69,000 രൂപ, അതായത് 69,000 ഇവർ എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് തരാനുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ ഇതെല്ലാം ബാങ്ക് ട്രാൻസാക്ഷൻസ് ആണ്. ബാങ്ക് ട്രാൻസാക്ഷൻസ് നമുക്ക് ഫേക്ക് കാണിക്കാൻ പറ്റൂല. അതാ ഇങ്ങോട്ട് തന്നത് അങ്ങോട്ട് കൊടുത്തൊക്കെ കറക്റ്റ് അതിൽ എന്തുണ്ട്, ബാങ്കിന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഉണ്ട്. എടാ, അങ്ങനെ കയ്യില് മേടിച്ചതിന് കണക്കില്ല. ഇപ്പൊ പല വീഡിയോക്കകത്തൂടെ പറയുന്നുണ്ട് കയ്യിലും അല്ലാതെയൊക്കെ പൈസ മേടിച്ചിട്ടുണ്ടെന്ന്. അതിന് കണക്കില്ലടാ. ബാങ്ക് മാത്രം 42 ലക്ഷം ഉണ്ടെങ്കിൽ ബാക്കി എത്ര നീ കൈ മേടിച്ചിട്ടുണ്ടാവും? ഇത് ഇവരുടെ ട്രാൻസാക്ഷൻ സ്ലിപ്പും റെസിപ്റ്റും ഇവരുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. പ്രിന്റ് ഔട്ട് എടുത്തത് മാത്രമല്ല, ഇന്ന് രാവിലെ, അതായത് ഓഗസ്റ്റ് 12 രാവിലെ 11 മണിക്ക് ഇവരുടെ പ്രസ് മീറ്റ് ഉണ്ട് അല്ലെ, എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ട്. എല്ലാ മീഡിയാസും വരണം, മെയിൻ സ്ട്രീം ചാനൽസ് തൊട്ട് എല്ലാ മീഡിയാസും വരണം. അവർക്ക് എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അവർക്ക് ക്രോസ് ചെക്ക് ചെയ്യാം, അവർക്ക് വേണമെങ്കിൽ ബാങ്കുമായിട്ട് കണക്ട് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഓക്കെ. അപ്പം അനന്തു, അതായത് നമ്മുടെ ഡോക്ടർ ഡ്രേക്ക് എന്റെ അടുത്ത് ആദ്യമേ, എനിക്ക് തോന്നുന്നു ഇനിഷ്യലി എന്റെ അടുത്ത് ചോദിച്ചിരുന്നത്, ബ്രോ എത്രയാണ് ട്രാൻസാക്ഷൻ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എടാ എനിക്ക് തോന്നുന്നു ഒരു 40-45 ഇടയ്ക്കാണെന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ എടുത്തിട്ട് നിനക്ക് അയച്ചുതരാം, ഡീറ്റെയിൽസ് എടുത്തിട്ട് അയച്ചുതരാന്ന് പറഞ്ഞു. അപ്പൊ നീ പറഞ്ഞു, പുള്ളിക്കാരൻ ഇങ്ങനെ അബിൽ ദേവ് പറഞ്ഞു 75 ലക്ഷം രൂപ ഞാൻ കൊടുക്കാനുണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് അയച്ചു തരണേ. എനിക്ക് ഈ പറഞ്ഞ കണക്ക് 75 ലക്ഷം രൂപ നിങ്ങൾ തന്നത് എനിക്കൊന്ന് അയച്ചു തരണേ. അപ്പൊ ടോട്ടലി മൊത്തത്തിലുള്ള ട്രാൻസാക്ഷൻ ഇവരുമായിട്ടുള്ളത് 42,53,500 രൂപയാണ്. അതിൽ ഞാൻ 43,22,500 രൂപ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് അവർ എനിക്ക് 69,000 രൂപ തരാനുമുണ്ട്. ഓക്കെ. അപ്പൊ ഇന്ന് എന്തായാലും ഈ പ്രസ് മീറ്റിൽ ഞാനും വരുന്നതാണ്. ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഞാനും കൊണ്ടുവരും. ഈ റെസിപ്റ്റും ഈ പറഞ്ഞ ചാറ്റും അവർ അയച്ചെന്ന അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം. അപ്പം അവര് മറ്റേ ഈ പ്രസ് മീറ്റ് വിളിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവൻ കുറെ PDF ആക്കി, ഈ ട്രാൻസാക്ഷന്റെ ഒക്കെ PDF ആയിക്കൊണ്ട് നടക്കുകയാണ്. ഇതും പൊക്കി പിടിച്ചിട്ട് അവൻ അവിടെ പോയി. എത്ര കോപ്പി കൊണ്ടുവന്നത് അറിയാം? ഇൻഡിവിജ്വലി ഓരോരുത്തർക്ക് ചെക്ക് ചെയ്യാനുള്ള കോപ്പീസ് ഇത്രയും കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ എല്ലാവരും പോയി കാണിട്ട് കണ്ട ഇത്രയും കോപ്പീസ് ഞാൻ കൊണ്ടുവന്നിരിക്കുക. എല്ലാവർക്കും ഇൻഡിവിജ്വലി മെയിൻ സ്ട്രീമിനെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ വേണ്ടി ഇത്രയും കോപ്പീസ് ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുക. പക്ഷെ അന്ന് പ്രസ് മീറ്റ് നടത്തില്ലേ. ഇവൻ വരുമെന്ന് അറിഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ ആ സ്ഥലത്ത് നിന്ന് പ്രസ് മീറ്റ് മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ട് വെച്ച്, എന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇവൻ വന്ന് വേണേൽ അലമ്പുണ്ടാക്കുമല്ലോ, അതുകൊണ്ട്. എന്നിട്ട് ഈ സാധനം ഇപ്പൊ ഈ കാണിച്ച ബൾക്ക് സാധനം ഉണ്ടല്ലോ, ഈ ഐറ്റം ഇവൻ PDF ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇവനെ മെയിലിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ സ്ക്രീൻഷോട്ടിന്റെ ഫോട്ടോസ് ആണ് ആ പേജ് മൊത്തം, 131 പേജ് എങ്ങാണ്ടുണ്ട്. എന്നിട്ട് ഇന്ന് വേദലക്ഷ്മി ഇട്ടേക്കുന്ന ഒരു സ്റ്റോറിയാണിത്. ഈ സാധനം ഇവനകത്ത് കൊടുത്തേക്കുന്ന ഒരു സ്ക്രീൻഷോട്ട് ആയിരുന്നത്. ഇതിനകത്ത് കണ്ട ഈ ഗൂഗിൾ പേയുടെ ഇതാണ് 1 ലക്ഷം രൂപ അയച്ചു കൊടുത്തേക്കുന്നത്. ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ. ഈ മേളിൽ എഴുതിയേക്കുന്നുണ്ടാ? ഏത് ട്രാൻസാക്ഷനകത്തോടാ ടൂവും ഫ്രമ്മും റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്? അതൊരു ഡൗട്ട്. അവർ പറഞ്ഞേക്ക ഡൗട്ടാണ്. അവരിത് പറയുന്നത് പറഞ്ഞാൽ ഇവനിത് മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണെന്നാണ് അവർ പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് കണ്ട റോബിൻ രാധാകൃഷ്ണൻ എന്ന് മേളിൽ പേര്, താഴെ കണ്ട അബിൽ ദേവിന്റെ അക്കൗണ്ട് നമ്പർ, എന്നിട്ട് ഫ്രം പ്രവീൺ P എന്ന് കൊടുത്തേക്കുന്നു. ഒരു ട്രാൻസാക്ഷൻ അത് 3 പേരുടെ പേര്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാവണമെങ്കിൽ ഇവന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ഇപ്പൊ ഇതിനകത്ത് കൊടുത്തേക്കുന്ന ടൈം കാണിക്കുന്നുണ്ട്. ഈ 1 ലക്ഷം രൂപ അയച്ചേക്കുന്ന സമയം March 18, 2026
12:02 PM. ഓക്കെ, ഇവൻ ഈ March 18 അന്ന് എടുത്ത വീഡിയോക്ക് അത് 5 ലക്ഷം കൊടുക്കുന്നല്ലേ പറയുന്നത്. എന്നാൽ പിന്നെ 5 ലക്ഷത്തിന് താഴെയോടെ കാണിക്കേണ്ടത്, 1 ലക്ഷത്തിന് കാണിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സാധനം നിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കിട്ടുമല്ലോ, സ്റ്റേറ്റ്മെന്റിനകത്ത് പോയേക്കുന്ന കാണിക്കണം. ഇതാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ വന്ന സമയത്ത് എനിക്കൊരു സ്റ്റോറി എടുത്തിടാന്നേ ഉള്ളല്ലോ. അതാണ്ട് അക്കൗണ്ട്, ഈ സാധനം അവന്റെ അക്കൗണ്ടിനകത്ത് വന്നിട്ടുണ്ടോ ഇല്ലെന്ന് അവൻ എടുത്ത് കാണിക്കട്ടെ. അവന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിനകത്ത് കണ്ട ഈ March 18, 2026 12 മണിക്കും ഈ സമയത്തിനിടയിൽ അല്ലെങ്കിൽ ആ ദിവസം വന്ന സ്റ്റേറ്റ്മെന്റ് കാണിച്ചാൽ മതിയല്ലോ. അപ്പം ക്ലാരിറ്റി കിട്ടും. അപ്പൊ യവൻ ഈ സാധനവും ഈ പറയുന്ന നേരത്തെ പൊക്കി പിടിച്ചിട്ട് പേപ്പറുമായിട്ട് നടന്നില്ലേ, ഇതെല്ലാം ഉണ്ടാക്കിയതാണെന്നാണ് വേദലക്ഷ്മിയുടെ വാദം. ഇപ്പൊ നിലവിൽ എന്താണെങ്കിലും റോബിന്റെ പരിപാടികൾ ഭയങ്കര പരിപാടികളാണ്, ഒന്നും പറയാനില്ല. റോബിൻ എങ്ങനെങ്കിലും ഇത് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണം. പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഇത് ആൾക്കാർ ഇതായിട്ട് അറിയത്തില്ല. ഇത് മറ്റേ സിവിൽ കേസ് ആയതുകൊണ്ട് ഇതിങ്ങനെ തള്ളി നീക്കി ചിലപ്പോൾ 10-15 കൊല്ലമൊക്കെ ഇങ്ങനെ പോകും. അവന് പൈസയും കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. ഇവർ നൈസായിട്ട് വെല്ലസിങ് അടക്കുകയും ചെയ്യുക, ബാക്കിയുള്ള ആൾക്കാരുടെ നിന്ന് പറ്റിക്കുകയും ചെയ്യുക. അപ്പം പല ആൾക്കാരുടെ നിന്ന് പൈസ ചോദിച്ചിട്ടുണ്ട്, പല ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ ചോദിച്ച പല ആൾക്കാരും വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവർ കൊടുത്തിട്ടുണ്ട്, പിന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇല്ലെന്ന് ഞാൻ പറയുന്നത്, എല്ലാവരെയും പറ്റിച്ചെന്ന് പറയുന്നില്ല, മേടിക്കുന്നവരുടെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ രീതിയിലൊക്കെയാണ് ഇവന്റെ പരിപാടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ റോബിൻ എനിക്കറിയാമെങ്കിൽ റോബിൻ എന്നെ കൺവിൻസ് ചെയ്യുന്ന 5 ലക്ഷം രൂപ മേടിക്കും. എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യം പറയുമ്പോഴത്തേക്ക് എടാ പൈസ തരാൻ പറയുമ്പോഴത്തേക്ക് ഇവൻ വേറെ ആരുടെയെങ്കിലും ചാക്കിട്ടിട്ട് അവരുടെ കയ്യിൽ നിന്ന് 5 ലക്ഷം മേടിച്ചിട്ട് എനിക്ക് തരും. റോളിംഗ് ആ പരിപാടി, മൊത്തം റോളിംഗ് ആ. നിന്റെ പേര് റോബിൻ എന്നായിരുന്നല്ലോടാ മോൻ ഇടേണ്ടത്, റോൾ ബിൻ എന്നായിരുന്നു ഇടേണ്ടത്. ഒന്നാമത് ഇവൻ മറ്റേ ബിഗ് ബോസിൽ പോയി അത്യാവശ്യം നല്ല ഫെയിം ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ആ ഫെയിമിനകത്ത് ആളുകൾ വിശ്വസിക്കും, ഇവൻ പറ്റിക്കില്ല എന്ന് വിശ്വസിക്കും. അതുകൊണ്ടാണ് ആളുകൾ കണ്ണും പൂട്ടി പൈസ കൊടുക്കുന്നത്. പക്ഷേ ഏറ്റവും അവസാനം ബ്ലൂം ചിക്ക് ആവുന്നത് അവരാണ്. പിടികിട്ടിയോ? പിന്നെ എന്തെങ്കിലും പറഞ്ഞു ചെന്ന് കഴിഞ്ഞാൽ ഫാൻസിന്റെ അറ്റാക്ക് വരുമെന്ന് പേടിച്ച് ആൾക്കാർ മിണ്ടാതിരിക്കും. ഇനി ധൈര്യമായിട്ട് ആൾക്കാരൊന്ന് പറയണം ആരുടെ നിന്നൊക്കെയാണ് പൈസ മേടിച്ചിട്ടുള്ളത്. നിന്മാര് പരിപാടി ഇനി ആരെയും വലിപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി വേറെ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ വേറെ വീട്ടിൽ. ശരി, റോബിൻഹുഡ് പരിപാടികൾ തുടരും.